നമസ്കാരം. ഇങ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ടീം UDF എന്നാണല്ലോ VD സതീശൻ എപ്പോഴും പറയാറ്. മുന്നണിയിലെ എല്ലാ പാർട്ടികളും തമ്മിൽ നല്ല യോജിപ്പിലാണെന്നാണ് ആ പറച്ചിലിന്റെ അർത്ഥം. പക്ഷേ ആ ടീമിൽ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടീം UDF എന്നല്ല, ടീം കോൺഗ്രസ് ലീഗ് എന്ന് പറയുന്നതാകും ഏറെക്കുറെ ശരി. അതായത് മുന്നണിയിലെ പ്രബലമായ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസിനെ കോൺഗ്രസ് ആ ടീമിന്റെ പ്രധാനിയായി ഇപ്പോൾ കാണുന്നില്ലെന്നർത്ഥം. സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ലീഗിന് കഴിഞ്ഞ തവണത്തെ 27 സീറ്റുകളും നൽകുമെന്ന് പറയാൻ കോൺഗ്രസിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ ജോസഫ് ഗ്രൂപ്പിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ സമീപനം അങ്ങനെയല്ല. 10 സീറ്റിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. ഇത്തവണയും അവർ അത് ആവശ്യപ്പെടുക സ്വാഭാവികം. പക്ഷേ ലീഗിന് കഴിഞ്ഞ തവണത്തെ അതേ സീറ്റുകൾ കൊടുക്കാൻ തയ്യാറായ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് അത് പറ്റില്ലെന്ന് പറയുകയാണിപ്പോൾ. ഇത്തവണ 8 സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് കോൺഗ്രസിന്റെ വാദം. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച 2 സീറ്റുകൾ ഇടുക്കിയും ചങ്ങനാശ്ശേരിയും അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ ശ്രമം. ഇടുക്കിയിലാണെങ്കിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന നഗരസഭയിൽ തോറ്റു തുന്നം പാടിയ EM അഗസ്തിയെ ഇടുക്കിയിൽ മത്സരിപ്പിക്കാനാണ് നീക്കം. ജയസാധ്യത കണക്കിലെടുത്താണ് സീറ്റ് ഏറ്റെടുക്കുന്നതെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. നഗരസഭാ വാർഡിൽ പോലും ജയിക്കാൻ പറ്റാത്ത ആൾക്ക് നിയമസഭയിൽ എന്ത് ജയസാധ്യതയുണ്ടെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാർ ഇപ്പോൾ തിരിച്ചു ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റ് തന്നിട്ട് 2ൽ മാത്രമല്ലേ ജയിച്ചുള്ളൂ എന്ന കോൺഗ്രസുകാരുടെ ചോദ്യത്തോട് 90ലധികം സീറ്റിൽ മത്സരിച്ചിട്ട് നിങ്ങൾ 21 സ്ഥലത്തല്ലേ ജയിച്ചുള്ളൂ എന്നാണ് കേരള കോൺഗ്രസുകാരുടെ മറുപടി. എന്തായാലും ജോസഫ് ഗ്രൂപ്പിന്റെ 4 സീറ്റുകൾ ഏറ്റെടുക്കാനായിരുന്നു കോൺഗ്രസിന്റെ ആദ്യത്തെ നീക്കം. അങ്ങനെ വന്നാൽ അവർ മുന്നണി വിട്ടേക്കുമെന്ന് ഉറപ്പായതോടെയാണ് 2ലേക്ക് ചുരുങ്ങിയത്. ഇപ്പോഴും 8 സീറ്റ് എന്ന കണക്കിൽ ജോസഫ് വിഭാഗക്കാർക്ക് അത്ര തൃപ്തിയില്ല. ഈ സാഹചര്യത്തിലാണ് ജോസഫ് ഗ്രൂപ്പിനെ LDFിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി രംഗത്തെത്തിയത്. തങ്ങളുടെ രക്തം തന്നെയാണ് അവരുടേതെന്നും തറവാട്ടിലേക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു വരാമെന്നൊക്കെയാണ് ജോസ് കെ മാണി ഇന്ന് പറഞ്ഞത്. ഇത് ജോസഫ് ഗ്രൂപ്പിനോടുള്ള ജോസ് കെ മാണിയുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല. കിട്ടുന്നിടത്തെല്ലാം ജോസ് കെ മാണിയെ പരിഹസിക്കാനാണ് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കന്മാർ ശ്രമിക്കാറുള്ളത്. അതിനുള്ള നല്ലൊരു മറുമരുന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി കൊടുത്തിരിക്കുന്നത്. UDFിൽ ഇങ്ങനെ നിന്ന് നാണം കെടേണ്ടതുണ്ടോ എന്ന ദ്വയാർത്ഥത്തിലായിരുന്നു ജോസ് കെ മാണിയുടെ ക്ഷണം. എന്തായാലും 2 സീറ്റ് കുറച്ചതുകൊണ്ട് മുന്നണി വിടാനൊന്നും ജോസഫ് വിഭാഗത്തിന് ഇപ്പോ കെൽപ്പില്ല. തരുന്നത് വാങ്ങി UDFിൽ തന്നെ തുടരാനേ അവർക്ക് സാധിക്കൂ.